ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നെതർലാൻഡിലുള്ള ക്രോയ്ക്കോഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഒരു ട്രിപ്പ് മോഡാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ ബസ് കാത്തിക്കാൻ പോവാണ്. അപ്പോൾ ബസ് കാത്തിക്കാന്ന് വെച്ചാൽ കാത്തിക്കേണ്ട ആവശ്യമില്ല, ടൂറിസ്റ്റ് ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് ബസ്സിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ഗായ്സ്, നമ്മുടെ ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ട് ഇതായിട്ടുള്ള ബസ്സാണ് കേട്ടോ ഗായ്സ്. താഴെയും മുകളിലുണ്ട് കേട്ടോ ഗായ്സ്. ഇത് പിന്നെ ഞങ്ങൾ മുകളിലും താഴെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്. ഞങ്ങൾ ഇരുന്നത് താഴെയാണ് ഇരുന്നത്. പിന്നെ അതിനകത്ത് രണ്ട് ഡ്രൈവർമാരും പിന്നെ ഒരു ഗൈഡായിരുന്നു കേട്ടോ ഗായ്സ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഗായ്സ്, നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് നൈറ്റാണ് കേട്ടോ ഗായ്സ്. ഞങ്ങൾ ആംസ്റ്റർഡാമിലെത്തി. പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബ്രേക്ക് അവർ തന്നു കേട്ടോ ഗായ്സ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. നേരെ എത്തുന്നത് ടുലിപ്പ് ഗാർഡനിലാണ് കേട്ടോ ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ ഗായ്സ്. ഇതാണ് ടുലിപ്പ് ഗാർഡൻ്റെ എൻട്രൻസ് കേട്ടോ ഗായ്സ്. ഞങ്ങൾ ടുലിപ്പ് ഗാർഡനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാം കേട്ടോ ഗായ്സ്. 20 യൂറോ ആണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് വരുന്നത്. ഇനി ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കാണാം കേട്ടോ ഗായ്സ്. ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിലോട്ട് പോവാണ്. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പതിയെ പറഞ്ഞുതരാം കേട്ടോ ഗായ്സ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ ഗായ്സ്. ഇത് ഞാൻ എടുത്തത് കണ്ടോ. അവിടെ തന്നെ കുറേ ടുലിപ്പുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഫ്രണ്ട് ഭാഗത്തന്നെ നമുക്കത് കാണാം കേട്ടോ ഗായ്സ്. പിന്നെയെന്ന് പറയുന്നത് കുറേ ടൈപ്പിലുള്ള ഫ്ലവേഴ്സും അതൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. ഗായ്സ്, ക്രിസ്മസ് ട്രീയുടെ മോഡലിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ട്രീ ആണ് കേട്ടോ ഗായ്സ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? ഇതെന്ന് പറയുന്നത് കുറേ ടുലിപ്പും കുറേ ഫ്ലവേഴ്സും കുറേ മരങ്ങളുണ്ട് കേട്ടോ ഗായ്സ്. ഇവിടെ നല്ല ഭംഗിയാണ്, നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗായ്സ്. ഇത് വഴി കണ്ടുപിടിക്കുന്ന ഒരു കളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അത് ഇങ്ങനെയാണ് വന്നേക്കണം കേട്ടോ ഗായ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര വലിയതാണ്, ഫണ്ണായിട്ടുള്ള ഒരു കിഡ്സിന് പറ്റിയ ഫണ്ണായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടത് ഗായ്സ്. ഈ കാണുന്നത് ഫുള്ളും ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതൊന്നും ടുലിപ്പല്ല കേട്ടോ ഗായ്സ്. ഇതൊക്കെ മറ്റേ ഫ്ലവേഴ്സുകളാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ടുലിപ്പും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഗായ്സ്. ഈ ഷൂ ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ. ഇതെന്ന് പറയുന്നത് മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കണ ഒരു ഷൂ ആണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്നത് ഒരു വിൻഡ് മില്ലാണ്. വിൻഡ് മില്ലിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബോട്ടിങ് ഉണ്ട് കേട്ടോ ഗായ്സ്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ ഗായ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരം കൊണ്ടുള്ള ഷൂ പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മരം കൊണ്ടുള്ള ഷൂസ് ആയിരുന്നു കേട്ടോ യൂസ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഷൂ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. നിങ്ങൾ കണ്ട ചുവപ്പ്, പച്ച കുറേ നിറത്തിൽ നമുക്ക് ഈ ഷൂ കിട്ടും കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, തണുപ്പ് ഗായ്സ്. ഒരു തടാകത്തിന് മേളിൽ കൂടെയുള്ള പാലാണ് കേട്ടോ ഗായ്സ്. പിന്നെ നമ്മൾ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പിലാണ്. ഇനിയാണ് ടുലിപ്പുകൾ വരാൻ പോകണം കേട്ടോ ഗായ്സ്. നല്ല ഭംഗിയുള്ള ടുലിപ്പ്, ഇത് നല്ല ഷെയ്ഡും നല്ല കളറൊക്കെ ഉള്ള ടുലിപ്പാണ്. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ്സിനെയാണ് ഇത് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ദോറിയവും ഓർക്കിഡ്സും പല ഷേപ്പിലും പല കളറിലൊക്കെയാണ് കേട്ടോ ഇവർ വെച്ചേക്കണം. നല്ല ഭംഗിയുണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഗായ്സ്. എനിക്ക് ഇതിൽ നിന്ന് കുറേ വാൾപേപ്പർ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ ഗായ്സ്. നല്ല വാൾപേപ്പറാണ് ഇവർ വെച്ചേക്കുന്നത്, നല്ല ഭംഗിയിൽ ഗായ്സ്. നമുക്ക് ഇവിടുന്ന് ചെടിയൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ ഗായ്സ്. ഇതൊരു ഷോപ്പ് പോലെയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഗായ്സ് ആന്തോര. ഞാൻ അവിടെ വെച്ച് കുറേ ഫോട്ടോ എടുത്തു. എനിക്ക് അത് നമ്മുടെ റെഡ് കളറിൽ മാത്രം അവിടെ ഞങ്ങൾ ആകെ ഒരെണ്ണം കണ്ടോളൂ കേട്ടോ. ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഗായ്സ്. പിന്നെ ഞാൻ അവിടെ വെച്ച് കുറേ ഫോട്ടോ എടുത്ത് എനിക്ക് ആന്തോരയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അടുത്ത വാൾപേപ്പർ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ഇതിൽ. നല്ല ഭംഗിയിൽ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഓർക്കിഡ് പല ഷെയ്ഡിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുകളിലാണ് കേട്ടോ ഗായ്സ്. അതുകൊണ്ട് ഇത് നമുക്ക് പോയി ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഗായ്സ്. എന്ന് വെച്ചാൽ അത് അപ്പുറത്തെ ഒരു ഇതിലാണ് വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത വാൾപേപ്പർ
ഇതെനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ ഇതിൻ്റെ പച്ചയായിരുന്നുകൊണ്ട് പിന്നെ ഇതിൻ്റെ പിങ്ക്, പിന്നെ ഇത് ചോക്ലേറ്റും ഐസ്ക്രീംസും. ഈ ഒരു വാൾപേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് ഇതൊരു ടുലിപ്പാണ് കേട്ടോ ഗൈസ്, നല്ല ഭംഗിയിലുള്ളത്. അടുത്ത ടുലിപ്പ്. പിന്നെ ഇവിടെ നിന്ന് കുറേ ടുലിപ്പുകളാട്ടോ ഇനി ഞങ്ങൾ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ, അല്ല നമ്മൾ നല്ല ഭംഗിയിലുള്ള ടുലിപ്പ്. എനിക്ക് ഈ ടുലിപ്പിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. പിന്നെ ഇതേ അടുത്ത ടുലിപ്പ്. ഗൈസ് നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് നെതർലാൻഡിലുള്ളൊരു ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. അത് ട്രഡീഷണൽ വേഷം ധരിച്ചൊരു പെണ്ണാണ് കേട്ടോ ഗൈസ്. അത് ഞങ്ങൾ അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അടുത്ത ടുലിപ്പ് ഇതായിരുന്നു. ഇതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഇത് കുഴപ്പമില്ല, എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് ഇതെനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടു. ഒരു ഡാർക്ക് കളറായിട്ടുള്ള പൂവാണ്, നല്ല ഭംഗിയുണ്ട്. ഞാനൊരു ഫോട്ടോ എടുത്തു അവിടെ വെച്ച്. നല്ല ഭംഗിയിൽ അവർ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഞങ്ങൾ അവിടെയുള്ളൊരു തടാകത്തുമ്മ കല്ലുകൾ ഇവർ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് നടന്നു വരാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഞാൻ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരില്ലായിരുന്നു കേട്ടോ കുറച്ച് നേരം എൻ്റെ പണി. നല്ല ഭംഗിയിൽ ഭംഗിയല്ല, നല്ല ഭംഗിയിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച ഒരാളെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഇതേപോലെ തന്നെ ഇവർ തടാകത്തോട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തതാണ്. ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ടുലിപ്പ് പിങ്ക് കളറിലുള്ള ടുലിപ്പാണ്. ഇതെനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടു. പക്ഷെ അവർ കയറ് കെട്ടിയേക്കണ കാരണം നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നമ്മൾ കയറിൻ്റെ അപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളൂ കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഷൂവ്, അതായിരുന്നു ഈ ഷൂവ്. ഇതിൻ്റെ ഷൂ തന്നെ കുറേ അവർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുറേ ഷൂ ഉണ്ട് അതിൻ്റെ. പിന്നെ അടുത്ത ടുലിപ്പ്. പിന്നെ ഞാനിത് പൊക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആദ്യം തന്നെ ഒരു ഇത് പറഞ്ഞില്ലേ, അതാണ് ഈ ഒരു ടുലിപ്പിൻ്റെ ഇത് കേട്ടോ ഗൈസ്. പിന്നെ ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ അടുത്ത ടുലിപ്പ്. ചില സെയിം കളറിൽ ഇവർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ ടുലിപ്പ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത ടുലിപ്പ് നമ്മളൊരു വയലറ്റ് കളറാവണ്ടില്ല, അതിൻ്റെ ഒരു ടുലിപ്പ് തന്നെയാണ് കേട്ടോ അത്. കണ്ടില്ലേ ഇവിടെ. ഇത് ചെറുതായ പിങ്ക് ഷെയ്ഡും ചെറുതായ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഈ കളർ വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറേ മരങ്ങളും പിന്നെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഞങ്ങൾ നടന്നു പോയൊരു പാലാണ് കേട്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. തടാകത്ത് കൂടി ഇങ്ങനെ പാലം പോകും. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു പാലങ്ങളുണ്ട് കേട്ടോ ഗൈസ്, കുറേ ഉണ്ട്. അത് പല രീതിക്കുള്ള കുറേ പൂക്കൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൂക്കളാട്ടോ, ഇതൊന്നും ടുലിപ്പല്ല കേട്ടോ ഗൈസ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ടുലിപ്പുകളാണ്, മഞ്ഞ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള കളറുകൾ ഒക്കെ ടുലിപ്പാണ് കേട്ടോ. അതൊക്കെ ടുലിപ്പാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ. അവർ ഇതിട്ട് വെച്ചേക്കാം, കയറുകൊണ്ട് ചുറ്റിയേക്കാണ് അവർ. ഇതൊക്കെ പൂക്കളാണ്, ഇതൊന്നും ടുലിപ്പല്ല കേട്ടോ ഗൈസ്. ഇതെന്ന് പറയുന്നത് ഒരു മ്യൂസിക് ഒരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഇവർ ഇങ്ങനത്തെ ആൾക്കാരുടെ ഒരു പാട്ടാണ് കേട്ടോ, ട്രഡീഷണൽ പാട്ടുകളൊക്കെയാണ്. ഇതാണ് അതിൻ്റെ പിറകു ഭാഗം കേട്ടോ. ഇവിടെ ഒരു ബുക്ക് കണ്ടോ ഗൈസ്, അതിൽ നിന്ന് കേട്ടോ ഒരു പിയാന പോലെയാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞില്ല ഒരു ബുക്ക്, ഈ ഒരു ബുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിയാനോ പാടുന്നത് ഗൈസ്. ഇവർ ഇതിനനുസരിച്ച് ബുക്കൊക്കെ മാറ്റി വെക്കും കേട്ടോ. ഇതെന്ന് പറയുന്നത് എഴുതിയേക്കുന്നതല്ല, ഇവർ ഏതൊക്കെ ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ കൊടുത്തേക്കുന്നു കേട്ടോ ഗൈസ്. പിന്നെ അവിടെ ഒരു ചെണ്ടയുണ്ട്, പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അവിടെ കൊട്ടുന്നത് ചെണ്ടയും ഒരു സാധനം ഇപ്പുറത്ത് നിൽക്കേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പുറത്തുണ്ട് ഒരു വലിയ ചെണ്ട കേട്ടോ ഗൈസ്, ഇങ്ങനെ അടിക്കും. സോറി കേട്ടോ ഗൈസ്, ഡ്രംസ് ആയിരുന്നു കേട്ടോ ഗൈസ്. നല്ല ഭംഗിയിലാട്ടോ അവർ. ഇതിൻ്റെ പുറകു ഭാഗത്ത് നമുക്ക് വരാം കേട്ടോ. നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ.
അതേപോലെയാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതൊരു വണ്ടിയാണ് കേട്ടോ ഗൈസ് ഇത്. പിന്നെ ദേ ഞങ്ങളൊരു പശുവിൻ്റെ മുകളിലിരുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗൈസ്. പിന്നെ ദേ ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് നമ്മൾ ഒരു തടാകത്തു കൂടി നടക്കാൻ കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടി നടക്കാം. ഇതിൻ്റെ മേളിൽ ഇതും ഒരു സാധനം ഉണ്ട്, ഒരു റൗണ്ടിലൊരു സാധനം ഇവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കൂടി നമുക്ക് ഇവിടെ നടക്കാൻ പറ്റും കേട്ടോ ഗൈസ്. നല്ല ഭംഗിയിലുണ്ട് കേട്ടോ ഗൈസ്. അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വള്ളത്തുമ്മേ കൂടി നടക്കുന്നതാ കാണുള്ളൂ. പക്ഷെ അടുത്ത് നിന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ, നമ്മൾ കല്ലുമ്മേ കൂടിയാണ് ഈ ഒരു വട്ടറുള്ള സാധനത്തുമ്മേ കൂടിയാണ് പോകണതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് വീണ്ടും വീണ്ടും ചെയ്യായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ചെരുപ്പിട്ടിട്ടും ചെയ്യാം, ചെരുപ്പിടാണ്ടും ചെയ്യാം കേട്ടോ ഗൈസ്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ കുരിശ് പോലെ നിൽക്കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ദാ കണ്ടോ ഗൈസ്, കുരിശ് പോലെ ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നതാട്ടാ. പിന്നെ ഞാൻ ദേ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തുമ്പോൾ കാല് തൊടുമ്പോഴുള്ള സുഖമില്ലേ, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഒരു ദിവസം, ഭയങ്കര ചൂട്. അപ്പം അതിൽ കൂടി നടന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ. ഫുഡ് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഇതൊക്കെ ആട്ടോ നമ്മുടെ ഫുഡ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ ഞങ്ങൾ കാണാൻ പോകണമെന്ന് പറയുന്നത് ടുലിപ്പുകളാട്ടോ. ഫുള്ളും നല്ല ഭംഗിയുള്ള പൂക്കൾ കേട്ടോ ഗൈസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വാൾപേപ്പറൊക്കെ പോലെ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവർ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തായിരുന്ന വണ്ടിയും ഇതൊക്കെയാണ്. ഇതും പറഞ്ഞില്ലേ വാൾപേപ്പർ. ഞാനൊരു സൈക്കിളിൻ്റെ അവിടെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊരു ഫൗണ്ടൈൻ്റെ അവിടെയാണ്. ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുറേ പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ലൊരു ഇതുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ചെറിയൊരു ഇതുപോലെ ഒരു ഡെക്കോറിങ്, ഒരു ബുഷ് പോലെ ചെടികളോണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ കുറേ പോസൊക്കെ കാണിച്ചു തരണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതെന്ന് പറയുന്നത് റെഡ് ടുലിപ്പാണ് കേട്ടോ, ഒരു ഡാർക്കാണ് കേട്ടോ. ഇത് ഭയങ്കര ഡാർക്ക്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ആർട്ടുകളാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഒരു ഗ്ലാസ് ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് വരച്ചേക്കണത് പോലെയാണ് തോന്നുന്നത്, പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഇവർ വരച്ചേക്കുന്നതാണോ അതോ ശരിക്കുള്ള ടുലിപ്പ് പറിച്ചിട്ട് ഇവർ ഇത് വെച്ചിട്ടൊക്കെ. പിന്നെ തന്നെ പലതരത്തിലുള്ള ഗ്ലാസ് ആർട്ടുകളാണ്. പിന്നെ ദേ ഇവർ വാടിയതൊക്കെ ഗ്ലാസ് ആർട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പൂക്കളായിരിക്കില്ല, ചിലത് പൂക്കളും ചിലത് ടുലിപ്പുകളും ആട്ടോ. ഈ ഫുള്ളും ചെയ്തേക്കുന്നത് ഫുള്ളും ടുലിപ്പുകളാണ്. ചിലത് വരച്ചേക്കണതും ചിലത് മറ്റേ ശരിക്കുള്ളതാവാണ് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്കിത് വാങ്ങിക്കാനും പറ്റും കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല ഭംഗിയിൽ. ഇത് എത്ര ഫോട്ടോ എടുത്തിട്ടും ഗൈസ് തീരില്ല കേട്ടോ ഗൈസ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ഡ്രോയിങ്സ് ആണ്. പിന്നെ ഗ്ലാസ് ആർട്ടിൻ്റെ കുറച്ച് സ്ഥലം. പിന്നെ ഇതേ കുറച്ച് ഇനി വാൾപേപ്പറുകളാട്ടോ ഫുള്ളും. പിന്നെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കുറേ പൂക്കളുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഇരിക്കുക രാജാവിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. എൻ്റെ കുഞ്ഞാവ് പോയിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണ പോലെ ഒരു ഇത്. പിന്നെ അടുത്ത ഡെക്കോറിങ് ഇവരൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി കയറിട്ട് വെച്ചേക്കാട്ടോ. നമ്മൾ കയറാൻ പാടില്ല ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടി. അടുത്തത് ഫുള്ള് ചെടികളാണ്. പിന്നെ ഞങ്ങളൊരു ബുദ്ധനെ കണ്ടു. പിന്നെയും കുറേ ചെടികളുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എക്സിറ്റിൻ്റെ വഴിയാട്ടോ ഗൈസ്. അടുത്തതും ഒരു ചെടി, ഇവർ ശരിക്കുള്ള ചെടിയാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചേക്കണത്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇതിൻ്റെ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ചിലതിൻ്റെ അവിടെ കെട്ടിയിട്ടേക്കണ കാരണം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇതെന്ന് പറയാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടികളൊക്കെ ഇങ്ങനെ വെച്ചത്. ഞാൻ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇതൊരു ചെറിയൊരു തടാകമാണ് കേട്ടോ അത് ഗൈസ്. അവിടെയുണ്ട് കുറച്ച് പൂക്കൾ. ഇത് ചെറിയൊരു തടാകമാണ്. നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം. നമ്മുടെ ഇവിടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തടാകത്തോടെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ കുറേ ഫോട്ടോ എടുത്തു. പിന്നെയെന്ന് പറയുന്നത് അടുത്തത് ഞങ്ങൾ വീണ്ടും ഒരു സ്റ്റാച്ചു തന്നെ കണ്ടു കേട്ടോ. വീണ്ടും ഒരു സ്റ്റാച്ചു കണ്ടു. പിന്നെ
പിന്നെ അടുത്തത് സോഫയൊക്കെ ഉണ്ട്, അവിടെ കട്ടിയിലുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഗൈസ്. ഇതേ അവിടെ കുറച്ച് ടുലിപ്പുണ്ട്. പിന്നെ ഇതേ അടുത്ത ഡെക്കറേറ്റിങ് ഇവിടെയൊക്കെ വെച്ചാണ് ഞാൻ കുറേ ഫോട്ടോ എടുത്തത് കേട്ടോ. ഞാൻ പക്ഷേ പുല്ലിൻ്റെ അവിടെ വെച്ചാണ് കൂടുതൽ ഫോട്ടോ എടുത്തത്, എനിക്കത് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇതേ അടുത്തത്, പിന്നെ ഇത് ഇവിടെ പടം വരച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കുറേ പൂക്കളുണ്ട്, ഇത് ശരിക്കുള്ള പൂക്കളാട്ടോ ഗൈസ്. പിന്നെ ഇതൊരു ബാത്ത് ടബിൽ കുറച്ച് പൂക്കൾ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതേ ഒരു വയലിൻ വായിച്ചു. പിന്നെ ഇങ്ങനെ കുറച്ച് പൂക്കളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇതേ ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു പിങ്ക് ആയിട്ടുള്ള സെക്ഷനാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ പോയി ഇരുന്നൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ ചിലയിടത്ത് നമുക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ ഗൈസ്, അങ്ങനെയൊന്നും ഇല്ല. ചിലയിടത്ത് നമുക്കിങ്ങനെ കാണാനൊക്കെ പറ്റും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. അതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി കുറച്ച് നിങ്ങളൊക്കെ കാണും കേട്ടോ ഗൈസ്, നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ ഏകദേശം കുറച്ച് വഴിയൊക്കെ ചുറ്റിക്കറങ്ങി വന്നിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച് വഴിയും കൂടിയിട്ട് ഗായ്സ്. കുറച്ച് വഴിയും കൂടി അങ്ങോട്ട് നടക്കാം. ഞങ്ങൾ ഇനി ഓരോ പൂക്കളും ഞങ്ങൾ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഗായ്സ്, ഇവിടെ ഭംഗിയുള്ള കുറേ പൂക്കളുണ്ട് കേട്ടോ ഗായ്സ്. ദിവസമല്ല കേട്ടോ, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ പിടിക്കൂട്ട് ചുറ്റിക്കറങ്ങും. അത്ര നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല, പൂക്കളാണ്. ഇവിടെ ഞാനൊരു ഭംഗിയുള്ള പൂക്കളാണ് കാണിച്ചു തരാവേ. അപ്പം നമ്മൾ വിൻഡ് മില്ലിൻ്റെ വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വിൻഡ് മില്ലിൻ്റെ ചെറുത് കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഗായ്സ്. ഇതാണ് കേട്ടോ വിൻഡ് മില്ലിൻ്റെ ചെറിയത്, കണ്ടോ ഗായ്സ്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് ഷൂവും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. കാണുന്നുണ്ടോ? കുഞ്ഞൊരു ഷൂ കേട്ടോ. ഇതല്ല കുറച്ച് വലിയ, ഇതാണ് ചെറിയൊരു വിൻഡ് മില്ല് കേട്ടോ, കണ്ടില്ലേ ഗായ്സ്. അപ്പം ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങൾ തിരിച്ച് പോകണതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ വിൻഡ് മില്ലൊക്കെ കണ്ടു കേട്ടോ. വലിയതല്ല, അടുത്ത് കാണുമ്പോൾ വലിയതായിട്ട് കാണും കേട്ടോ ഗായ്സ്. ഞങ്ങൾ വിൻഡ് മില്ല് കണ്ടു. അതെ ഗായ്സ്, കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. കുറേ വിൻഡ് മില്ല് കണ്ടു കേട്ടോ ഗായ്സ്. ഇത് നമ്മുടെ ഒറിജിനൽ വിൻഡ് മില്ലാട്ടോ ഗായ്സ്. നമ്മൾ നേരത്തെ കണ്ട വിൻഡ് മില്ല് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ല, അവിടുത്തെ ഇത് ട്രഡീഷണൽ. അതെ ഞങ്ങൾ കുറേ കണ്ടു കേട്ടോ അവിടെ. ബാക്കിയൊന്നും കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗായ്സ്. അതെ അടുത്ത വിൻഡ് മില്ല്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. കമൻറ്റ് ചെയ്യുന്നവർക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ബായ്.